വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടരായ വ്യക്തികളെ, സെന്റ് മേരീസ് UP സ്കൂളിലെ അധ്യാപകരെ, അനാധ്യാപകരെ, വിദ്യാർത്ഥികളെ, ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് നിങ്ങളുടെ ഈ മഹനീയമായ സാന്നിധ്യത്തെ ഓർത്തെടുക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ പറയുന്ന പേരുകൾക്കപ്പുറത്ത് നിങ്ങളുടെ വലിയ സാന്നിധ്യമാണ് ഇവിടെ ഒരു ജീവിത മുദ്രയായി നിലകൊള്ളുന്നത് എന്നതുകൊണ്ട് എന്നിൽ നിക്ഷിപ്തമായ അനുഗ്രഹ പ്രഭാഷണം നൽകുക എന്ന എളിയ കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ശ്രേഷ്ഠരായ വ്യക്തികൾ സംസാരിച്ചു കഴിഞ്ഞു. സമൂഹത്തിലെ ശ്രേഷ്ഠമായ സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ഒരുപാട് പേര് ഇനിയും സംസാരിക്കാനുണ്ട്. ഈ രണ്ടിന് മധ്യേ ഒരു കുഞ്ഞു അനുഗ്രഹത്തിന്റെ വാക്ക്. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. ഒരു മധുര നൊമ്പര കാറ്റിന്റെ ശാന്തതയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഈ സായാഹ്നത്തിന് വലിയൊരു മധുരത്തിന്റെ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കലാപരിപാടികളാണ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷ പേരും അത് കാണാനും ആസ്വദിക്കാനും അഭിനന്ദിക്കാനും വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത്. ഒപ്പം ഒരു കുഞ്ഞു നൊമ്പരം, നീണ്ട വർഷങ്ങൾ അധ്യയനം നടത്തി തങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്ന ബഹുമാനപ്പെട്ട അധ്യാപകർ, ബഹുമാനപ്പെട്ട സിസ്റ്റർ ബീന സെബാസ്റ്റ്യൻ, ശ്രീമതി ഷൈല കെ, ശ്രീമതി റസി തോമസ്, ബഹുമാനപ്പെട്ട അധ്യാപകർ, ഇവരുടെ ഈ വിടപറച്ചിൽ തീർച്ചയായും ഒരു കുഞ്ഞു നൊമ്പരമായും ഇവിടെ നിലകൊള്ളുന്നുണ്ട്. ഈ 3 ബഹുമാനപ്പെട്ട അധ്യാപകരുടെയും കുടുംബാംഗങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങളുടെ സാന്നിധ്യത്തിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈ 3 വ്യക്തികളെ നിങ്ങൾ സമൂഹത്തിന് വലിയ കൃപയായി നൽകി. അവരെ ദൈവം പരമേൽപ്പിച്ച് വലിയ ഒരു ഉത്തരവാദിത്വം കൃത്യതയോടെ പൂർത്തീകരിച്ച് ഈ വിദ്യാലയത്തിന്റെ പടിയിറങ്ങുമ്പോൾ വീണ്ടും നിങ്ങൾ എല്ലാവരും ചേർന്ന് നിൽക്കുകയാണ്. അവരെ കരം പിടിച്ചുകൊണ്ട് ഇനിയുള്ള യാത്രയിലും ഞങ്ങൾ കൂടെയുണ്ട് എന്ന് ആ വലിയ കരുത്ത് പകരുവാൻ ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ 3 അധ്യാപകരുടെയും കുടുംബാംഗങ്ങളെ പ്രത്യേകമായി ഓർക്കുന്നു, നന്ദി പറയുന്നു, അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ കരങ്ങളിൽ ഇവരെ ചേർത്ത് പിടിച്ച് ഇനിയുള്ള നാളുകളിൽ നടത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയും ഈ വാട്സപ്പിനകത്ത് വായിച്ച ഒരു കുഞ്ഞുകാരി ഓർക്കുകയാണ്. കുറച്ചു ദിവസം അമ്മയുടെ ഉദരത്തിനുള്ളില്, അത് കഴിഞ്ഞാൽ മണ്ണിന്റെ ഉള്ളില്, ഇവയ്ക്കിടയില് ആരുടെയൊക്കെയോ മനസ്സിനുള്ളില്. ഇതല്ലേ ജീവിതം? ഈ ഇടയ്ക്കപ്പെട്ട ഈ കുറച്ചു കാലത്തിനകത്ത് ആരുടെയൊക്കെയോ മനസ്സുകളിൽ എന്നതിനപ്പുറത്ത് അനേകായിരം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അറിവിന്റെ പ്രകാശം നൽകിയ, ഇനി ഒരു വാക്കിൽ പറഞ്ഞാൽ ഒരിക്കലും മരണമില്ലാത്ത ഒരു ജീവിതത്തിന്റെ ഉടമകളായിട്ട് മാറിയവരാണ് ഈ 3 പേര്. കാരണം ഇവരുടെ ജീവിതം ഒരിക്കലും തീരുന്നില്ല. ഇനി തലമുറയായി ഇവർ പകർന്നു നൽകിയ അറിവെന്ന് പറയുന്ന വെളിച്ചവും അജ്ഞത അകറ്റി അവർ കാട്ടിയ മാർഗദർശനവും ഇനി തലമുറയോളം ജീവിക്കുന്ന ഈ കുഞ്ഞുങ്ങളും ഇവരുടെ പിൻഗാമികളും ആയിട്ട് ഇങ്ങനെ തുടർന്ന് ഇവർ എന്നും ജീവിച്ചുകൊണ്ടേ ഇരിക്കും. കാരണം ഇവർ പകർന്ന സ്നേഹവും ഇവർ നൽകിയ വിജ്ഞാനവും ഒരിക്കലും തിരോഭവിച്ച് പോകുന്നില്ല എന്നതുകൊണ്ടാണ്. അത്തരത്തില് ഒരിക്കലും അസ്തമിക്കാത്ത നല്ലൊരു ജീവിതത്തിന്റെ ഉടമകളായി മാറിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട 3 അധ്യാപകർക്കും എല്ലാ നന്മകളും നേരുകയും ഈ വിദ്യാലയത്തിൽ നിന്ന് നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം പൂർത്തിയാക്കി ഇറങ്ങുമ്പോഴും ദൈവം നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് നീണ്ട ജീവിതങ്ങൾ ഇനിയും നൽകിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അനുഗ്രഹമായി ജീവിക്കാൻ നിങ്ങൾക്കാവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്.
പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ തങ്ങളുടെ കഴിവുകൾ പ്രകടമാക്കാൻ ഇവിടെ ആയിരിക്കുന്നു. റിപ്പോർട്ട് വായിച്ചപ്പോൾ കഴിഞ്ഞ ഒരു അധ്യയന വർഷം മുഴുവൻ അവർ ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു, നമ്മൾ കണ്ടു. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഏറെ പ്രത്യേകിച്ച് ഇനിയുള്ള നിങ്ങളുടെ ഈ വേദിയിലുള്ള നിങ്ങളുടെ കലാപ്രകടനങ്ങൾ നിങ്ങൾക്ക് തന്നെ ഈ മറ്റുള്ളവർക്കും ആനന്ദവും അനുഗ്രഹവുമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയും ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകൾ നേരുകയും ഏറെ സവിശേഷമായി റിട്ടയർമെൻറ്റിലൂടെ കടന്നു പോകുന്ന ബഹുമാനപ്പെട്ട അധ്യാപകർക്ക് എല്ലാ നന്മ നിറഞ്ഞ ജീവിതം ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. സ്കൂൾ വാർഷികത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് ആരോഗ്യസ്വാമി, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, മാതാപിതാക്കളെ, കുട്ടികളെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഗവൺമെൻറ് ഹൈസ്കൂളിലെ വാർഷികാഘോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ 4 മണിയായപ്പോൾ ചെന്നു. അപ്പോൾ 4 മണിയായപ്പോൾ ചെന്നപ്പോൾ വളരെ കുറച്ച്, അവിടെ ഏതാണ്ട് 650ഓളം കുട്ടികൾ പഠിക്കുന്നിടത്ത് ഒരു 10-70 മാതാപിതാക്കളും 10-30 കുട്ടികൾ, ഒരു 100-ൽ താഴെ ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ കുട്ടികളുടെ പങ്കാളിത്തത്തെക്കുറിച്ചും മാതാപിതാക്കളുടെ പങ്കാളിത്തത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ പറഞ്ഞു, ഇതുപോലൊരു സ്കൂളിൽ ഒരു വാർഷിക ആഘോഷത്തിന് കുട്ടികളും മാതാപിതാക്കളും വരേണ്ടതായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വരാത്തതിനെ കുറിച്ചൊക്കെ വിമർശിച്ചു കഴിഞ്ഞ് ഞങ്ങളുടെ പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആ മൈതാനം മൊത്തം നിറഞ്ഞ് ആളുകൾ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നമ്മുടെ സ്കൂൾ വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരും പ്രസംഗം കേൾക്കാൻ വേണ്ടി വരുന്നവരല്ല എന്ന നല്ല ബോധ്യത്തോടു കൂടി തന്നെ നമുക്ക് ഈ സ്കൂളിൽ പഠിക്കുന്ന പകുതിയിൽ കൂടുതൽ കുട്ടികൾ ഇന്ന് രാവിലെ മുതൽ ഒരുങ്ങി ഇതിന്റെ പിന്നാമ്പുറത്ത് പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അവരെയും അത് കാണാനുള്ള മാതാപിതാക്കളെയും ബുദ്ധിമുട്ടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. തീർച്ചയായിട്ടും 3 ചെറുപ്പക്കാരായ ടീച്ചേഴ്സ് ഇതിനുണ്ടെങ്കിൽ വളരെ ടെസി ടീച്ചറിനെയും ഷൈല ടീച്ചറിനെയും കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവർക്കൊരു 20 വർഷം കൂടി അവർക്ക് സേവനം ചെയ്യാനുള്ള ഒരു ചെറുപ്പം നിലനിൽക്കുമ്പോൾ തന്നെയാണ് അവരിന്ന് അവരുടെ സ്കൂളിലെ അവരുടെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ഈ മാർച്ച് 31 അവസാനിപ്പിച്ചുകൊണ്ട് വിശ്രമ ജീവിതത്തിലേക്ക് കടന്ന് ബീന സിസ്റ്ററൊക്കെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി കാണുമ്പോൾ വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുകയും ആ കാര്യങ്ങൾക്ക് വേണ്ടി ഇടപെടുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഷൈല ടീച്ചറിനെയൊക്കെ 30 വർഷമായി നിരന്തരം കണ്ടുകൊണ്ട് കാണുമ്പോഴൊക്കെ വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുകയും ചെയ്യുന്നത് ടീച്ചേഴ്സാണ്. ടെസി ടീച്ചർ ആണെങ്കിലും ഷൈല ടീച്ചർ ആണെങ്കിലും ബീന സിസ്റ്ററൊക്കെ ആണെങ്കിലും നമ്മുടെ സ്കൂളിനെ കുറിച്ച് നമുക്ക് രണ്ടു വാക്ക് പറയാതിരിക്കാൻ തരമില്ല. എന്നിട്ടുണ്ടെങ്കിൽ പ്രകൃതിയെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് നമ്മുടെ മരങ്ങളാലും അല്ലെങ്കിൽ മറ്റുള്ള പ്രകൃതിയെ എങ്ങനെയാണോ സ്കൂളിനോട് അടുപ്പിച്ച് നിൽക്കേണ്ടത്, വിദ്യാഭ്യാസം മാത്രമല്ല ആ കുട്ടികളുടെ കഴിവുകളും അവരുടെ കഴിവുകൾ വിദ്യാഭ്യാസ മേഖലയിലും കലാപരിപാടികളിലും അതോടെ പ്രകൃതി സംരക്ഷണവും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനവുമായി തന്നെയാണ് സെന്റ് മേരീസ് സ്കൂളിലെ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഈ സ്കൂളിന് നാളുകളിൽ ഉയരങ്ങളിൽ എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ വിശ്രമ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന 3 സിസ്റ്റേഴ്സിനും അതുപോലെ തന്നെ ടീച്ചർമാർക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ വാർഷികത്തിന് എല്ലാവിധ ആശംസകൾ നിർത്തുന്നു. നന്ദി. ബഹുമാന്യനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും ഈ സ്കൂളിൻ്റെ PTA പ്രസിഡന്റുമായ പ്രിയപ്പെട്ട ശ്രീ ആരോഗ്യസ്വാമി, ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട സിസ്റ്റർ, അതേപോലെ മറ്റു വേദിയിലുള്ള പ്രിയപ്പെട്ട നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പിഞ്ചു കുഞ്ഞുങ്ങളെ, പ്രവർത്തകരെ, ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. കാരണം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. വളരെ 67 വർഷം നീണ്ട ഒരു സ്കൂളിൻ്റെ വാർഷിക പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. മറയൂരിനെ സംബന്ധിച്ച് UPA തലത്തിൽ ആദ്യമായി ആരംഭിച്ച ഒരു വിദ്യാലയം. ഇതിനു മുൻപ് ഗവൺമെൻറ് LP സ്കൂൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ആരംഭിച്ച ഒരു സ്കൂള്, അത് വളരെ പ്രൗഢിയിൽ തന്നെ ഇതേപടി ആരംഭിച്ചതിനേക്കാളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിലനിൽക്കുന്നു എന്ന് തോന്നുമ്പോൾ അഭിമാനമുണ്ട്. മറയൂരിലെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ വേദിയിൽ ഞാൻ നിൽക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, മറ്റ് കായിക കലാരംഗങ്ങളിലൊക്കെ വളരെ ഏറെ ഉയർന്ന തലത്തിൽ കുട്ടികളെ എത്തിക്കുവാൻ ഈ സ്കൂളിലെ അധ്യാപകർക്കും അതേപോലെ ഇതിൻ്റെ PTA ഭാരവാഹികൾക്കും
മാനേജ്മെൻറ്റിനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായ കാര്യങ്ങൾ തന്നെയാണ്. സംസ്ഥാന തലത്തിൽ പോലും കായിക രംഗത്ത് കുട്ടികളെ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ഈ മലമടക്കിലിരിക്കുന്ന കുട്ടികളെ എല്ലാ തലത്തിലും, വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല മറ്റു തലങ്ങളിലൊക്കെ വളരെയേറെ മാറ്റിയെടുക്കുവാൻ ഇവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. ഇവിടെ നമുക്കറിയാം, ഈ വിദ്യാലയം ആരംഭിച്ച കാലം മുതൽ ഒട്ടനവധി ആളുകളെ വാർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് തലത്തിൽ ഉന്നത സ്ഥാനത്തെത്തിയിട്ടുള്ള നിരവധി കുട്ടികൾ ഇവിടെ നിന്ന് പോയ കുട്ടികളുണ്ട്. എനിക്കറിയാവുന്ന തന്നെ ഒരുപാട് കുട്ടികളുണ്ട്. എൻ്റെ 2 കുട്ടികൾ പോലും ഇവിടുന്ന് പഠിച്ച് കയറിപ്പോയതാണ്. അപ്പം അങ്ങനെ ഒരുപാട് തലത്തിൽ നല്ല നിലയിൽ എത്തിക്കുവാൻ ഈ സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ കാലയിലെ ഓരോ പ്രവർത്തനവും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പം ഇവിടെ 3 ടീച്ചേഴ്സ്, സിസ്റ്റർ ബീന സെബാസ്റ്റ്യൻ, അതേപോലെ മിസ്സിസ് ഷൈല, അതേപോലെ മിസ്സിസ് റസി തോമസ്, 3 പേരെയും യാത്രയപ്പും കൂടി ഇതിനോടൊപ്പം ഇവിടെ നടത്തപ്പെടുകയാണ്. ഒരു സർവീസിൽ നിന്ന് റിട്ടയർഡ് ആകുന്ന ആളുകളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. കാരണം ഒരു ഉദ്യോഗത്തിൽ നിന്ന് വിരമിക്കുന്ന ആളുകൾക്ക് മാനസികമായി വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ടായി. ഇപ്പോൾ അവർക്ക് വളരെ സന്തോഷമായിട്ട് അവർ പെരുമാറുമെങ്കിലും റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ ജീവിത രീതിയിൽ തന്നെ മാറ്റം വരും. ഇത് രാവിലെ 9 മണിക്ക് എഴുന്നേറ്റ് കൃത്യമായ സമയത്ത് സ്കൂളിൽ പോവുകയും അവരുടെ എല്ലാ കാര്യങ്ങളും ഒരു ചിട്ടയോടുകൂടി ചെയ്ത് പോകുന്ന ആയിരിക്കും ഉദ്യോഗസ്ഥന്മാരെല്ലാവരും തന്നെ. പക്ഷേ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ ഇതിനൊക്കെ മാറ്റം വരാൻ പോവുകയാണ്. ഇതിനെല്ലാം മാറ്റം വരുമ്പോൾ മാനസികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അവരുടേതായ മറ്റ് ബന്ധുമിത്രാദികളുമൊക്കെ അവർക്ക് അതിനുള്ള മാനസികമായ പിന്തുണ കൊടുക്കണം എന്ന് ഞാനും കൂടി ആവശ്യപ്പെടുകയാണ്. അത്തരത്തിൽ അവർക്ക് എല്ലാവിധ യാത്രാമംഗളങ്ങളും നേരുകയാണ്. അവരുടെ ശിഷ്ടകാലം നല്ല നിലയിൽ ജീവിക്കുവാൻ അവർക്ക് കഴിയട്ടെ. ആ സ്വകാര്യ ജീവിതമൊക്കെ വളരെ നല്ല നിലയിൽ കഴിയുവാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ആഘോഷ പരിപാടികൾക്കും അതേപോലെ അവരുടെ യാത്രയപ്പിനും ഒക്കെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്. എന്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നു ഇവിടെ ജീവിത സായന്തനത്തിൽ ഞാൻ വെറുതെ തിരിഞ്ഞു നോക്കുമ്പോൾ അറിയുന്നു എത്രയോ പേരെന്റെ ജീവിത വഴിയിൽ പ്രകാശം ചൊരിഞ്ഞു. സഫലമെന്നാത്രയ്ക്കു പൂർണ്ണതയേകിയ സകലർക്കുമെൻ നമോവാകം. സഫലമെൻ യാത്രയ്ക്കു പൂർണ്ണതയേകിയ സകലർക്കുമെൻ നമോവാകം. നന്ദി പ്രിയ ലോകമേ, നീ എനിക്കേകിയ നന്മകൾക്കൊക്കെയും നന്ദി. ദാനമായി തന്നൊരു ജന്മത്തിനായി എൻ്റെ മാതാപിതാക്കളെ നന്ദി. നന്ദി ഗുരുഭൂതരെ, തോഴരെ, എന്നുടെ നല്ല സതീർത്ഥ്യരെ നന്ദി. ദുരിത പദങ്ങളിൽ താങ്ങായി നിന്നോരൻ പ്രിയ സഖി 1000 നന്ദി. നന്ദി എൻ മകനേ, നന്ദി എൻ മകനേ, സായന്തനത്തിൽ നീ വന്നെന്റെ ചാരത്തിരുന്നുവല്ലോ. ഒരു ചുംബനം നെറ്റിയിൽ തന്നുവല്ലോ. നന്ദി എൻ മകളെ. എത്രയോ നാളുകൾ പിച്ച നടത്തിയോരച്ഛന്റെ കൈകൾ പിടിച്ചുവല്ലോ. പിന്നെ ഒട്ടുനേരം കൂടെ വന്നുവല്ലോ.
തന്നുവല്ലോ. നന്ദി എൻ മകളെ, ഈ ധന്യനാമച്ഛന്റെ ഉള്ളിൻ്റെ ഉള്ളിലെ നന്ദി. പുലരിയും പൂക്കളും പൂനിലാവും തന്ന പ്രകൃതീശ്വരിക്കെന്റെ നന്ദി. നന്ദി പുഴകളെ, പുൽകളെ, പൂക്കളെ, നന്ദി നിങ്ങൾക്കെന്റെ നന്ദി. നന്ദി വാർത്തിങ്കളെ, ശാരദാകാശമേ, സന്ധ്യാംബരങ്ങളെ, നന്ദി. അന്യഥാ നിസ്വനാമെൻ കൊച്ചു ജീവിതം വർണ്ണാഭമാക്കിയോർ നിങ്ങൾ. സകലതും തന്നെന്നെ ഇവിടെ എത്തിച്ചൊരാ ജഗദീശ്വരായ എന്റെ നന്ദി. അറിയുന്നു നേടിയ സൗഭാഗ്യമൊക്കെയും അവിടുന്നു നൽകിയ ദാനം, അവിടുന്നു നൽകിയ ദാനം. ഇനിയൊരു ജന്മമുണ്ടെന്നാൽ എനിക്കതും ഇവിടെ ജീവിക്കുവാൻ മോഹം. ഒരു വേള അന്നുമുണ്ടാവുമോ ഇതുപോലെ വെയിലും കുളിരും നിലാവും. കാടും പുഴകളും കാനനച്ചോലയും പാടവും ഈ കുളിർ കാറ്റും. ഇല്ലെങ്കിൽ വേണ്ട, ഇല്ലെങ്കിൽ വേണ്ട, ഈ നല്ല മുഹൂർത്തങ്ങൾ ഇങ്ങനെ തന്നെ നിന്നോട്ടെ. ജന്മാന്തരങ്ങൾക്കുമപ്പുറം ഓർമ്മയിൽ നന്നായി തിളങ്ങി നിൽക്കട്ടെ. സഫലമീ യാത്രയെ സമ്പന്നമാക്കിയ സകലർക്കുമെന്റെ പ്രണാമം. കരുണയായി, സ്നേഹമായി, സ്വാന്തന സ്പർശമായി അനുയാത്ര ചെയ്തവർക്കെല്ലാം ഹൃദയാശ്രു പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടെന്റെ എളിയ സാഷ്ടാംഗ പ്രണാമം. ഹൃദയാശ്രു പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടെന്റെ എളിയ സാഷ്ടാംഗ പ്രണാമം. നന്ദി. எல்லாருக்கும் வணக்கம். வருகை தந்திருக்கிற நம்ம மறையூர் பஞ்சாயத்து பிரசிடென்ட் தாமஸ் ஜெபம். மொத்தத்தில் எல்லாருக்கும் வணக்கம் சொல்கிறேன். டீச்சர்ஸ்மார், பேரண்ட்ஸ், குட்டிகள் எல்லாருக்கும் வணக்கம் சொல்கிறேன். எனக்கு கூடுதல் நான் பேசுனதில்லை இப்படி மைக்கிலெல்லாம், நேரம் இருந்து தான் பேசியிருக்கேன். நான் இந்த ஸ்கூலில் ஒரு ஸ்டூடெண்ட் தான். ஐபி டீச்சர் தான் என்னோட ஸ்கூல் டீச்சர். சிஸ்டர் என்னோட டீச்சர் தான். எனக்கு பெருமையாக இருக்குது. நான் இந்த ஸ்கூலில் வந்து இந்த ஸ்கூல்லே படித்து இப்படி வந்து பேசுவேன்னு நான் நினைக்கவே கிடையாது. உங்களுக்கு முன்னாடி நான் இப்படி பேசுகிறேன்னா எங்களுக்கு இது ஃபஸ்ட்டு. எல்லாருக்கும் ஆசன்ஸ். கடவுளும் கூட நிகரில அப்பா
அல்லும் பகலும் துயர கடலில் நீராடி என்னாலும் அருமாளாக்கினார் போராடி. அப்பா அப்பாவும் அன்புக்கு ஈடாகுமா ஆகாசம், அப்பாவும் தியாகத்தை மிஞ்சிடுமா தாய் பாசம். ஓடோரத்தோ நாடி நரம்பெல்லாம் உன் வாசம், வேர்வ துளி நம்பன படிக்கும் இதிகாசம். அப்பா நீ மந்திரமா பாடுபட்ட எந்திரமா, நம்பிக்கையில் இருந்து நான் வளர்ந்த கோபுரமா, ஓயாத சக்கரமா கண்ணிமைப்பு பத்திரமா, என்ன பாதகத்தினை வளர்த்து வாங்க நான் சொல்லணுமா. தோளில் சாய்த்தென்ன ஆராட்டி துவண்டு விழும் போது சீராட்டி, பாசமல தூவி பாராட்டி, பக்கத்துல நின்று வழிகாட்டி, என்ன வளர்த்து பாசந்தா மாறாது. 7 ஜென்மத்திலும் நான் பட்ட கடன் தான் தீராது. என்ன வளர்த்து பாசந்தா மாறாது. 7 ஜென்மத்திலும் நான் பட்ட கடன் தான் தீராது. அப்பா அப்பாவும் அன்புக்கு ஈடாகுமா ஆகாசம், அப்பாவும் தியாகத்தை மிஞ்சிடுமா தாய் பாசம். ஓடோரத்தோ நாடி நரம்பெல்லாம் உன் வாசம், வேர்வு துளி தான் பலா படிக்கும் இதிகாசம். പ്രധാനപ്പെട്ട പ്രിയപ്പെട്ട അധ്യാപകരെ ക്ഷണിക്കുകയും ഒന്ന് കൈയടിക്കണേ എല്ലാവരും. PTA വക സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിനായി PTA അംഗങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. PTA கமிட்டிக்காரங்கெல்லாம் ஒன்று ஸ்டேஜுக்கு வாங்க.
respected dignitaries, beloved teachers, and my dear friends, good evening to all. St. Mary's is my second home and it holds a very special place in my heart. Every day when I walk through the school premises, I feel a sense of happiness and belonging. This is a place where I learn not only my lessons, but also how to be a good human being. My teachers always supported me like parents. They encouraged me when I was afraid, corrected me when I made mistakes, and celebrated my success. My friends made my school life colorful with laughter, sharing, and togetherness. The classrooms, the playground, the morning prayers, and the celebration have given me memories that I will cherish forever. My school taught me confidence, kindness, and courage. I am truly thankful to my school for shaping my life and dreams. I will always be proud to say that I am a student of St. Mary's. This is an emotional day for all of us. As we felicitate our teachers, Reverend Sister Bina Sebastian, our beloved headmistress, and our beloved teachers, Shaila teacher and Resi teacher on their retirement. Though this is a moment of honor, it is also a moment of gratitude and mixed emotions. Dear teachers, your lessons will remain with us forever. Your words of encouragement, your care, and your dedication can never be forgotten. Even though you are returning from service, you will always remain alive in our hearts and memories. On behalf of all students, I sincerely thank you for your selfless service and guidance. We wish you good health, happiness, and peace in the new phase of your life. Thank you for everything. We will always remember you with respect and love. Thank you. Thank you, Akshay. Teachers are architects of our future. We are proud to invite our teacher whose dedication and care have shaped many young lives. I invite Mrs. Ivy teacher to the stage for felicitation. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ടാതിഥികളെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മാതാപിതാക്കളെ, ജീവിതത്തിൻ്റെ നാനാതുറകളിലുള്ള ഒരുപാട് പേര് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട 3 പേർക്ക് ആശംസകൾ അർപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഞങ്ങളും ആശംസ, അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫിന് ഒരാശംസ അർപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെയും കടമയാണ്, ഉത്തരവാദിത്തമാണ്. ഈ അവസരത്തിൽ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരിക്കലൊരു സേനാനായകനും മന്ത്രിയും വലിയൊരു തെറ്റ് ചെയ്തു. ആ തെറ്റിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് വധശിക്ഷയാണ്. പക്ഷേ അത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന ഈ 2 പ്രിയപ്പെട്ട വ്യക്തികളെ വധശിക്ഷയ്ക്ക് വിട്ടുകൊടുക്കാൻ രാജാവിനൊരു വിഷമം. അപ്പൊ രാജാവ് പറഞ്ഞു, നല്ല ഒഴുക്കുള്ള, ശക്തമായ ഒഴുക്കുള്ള ഒരു നദിയുടെ 2 കരയിലുമുള്ള വൃക്ഷങ്ങളിൽ ഒരു വടം വലിച്ചു കെട്ടുക, ആ വടത്തിലൂടെ ഇവരെ നടത്തുക, ഇതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ. 2 പേരും വല്ലാതെ പേടിച്ചുപോയി. രാജാവ് ഇങ്ങനെ പറയുമെന്ന് അവർ വിചാരിച്ചില്ല. അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല. തീർച്ചയായിട്ടും അവർ വെള്ളത്തിൽ വീണ് മരിക്കും എന്ന് തന്നെ എല്ലാവരും ചിന്തിച്ചു. സേനാനായകൻ ആ രാത്രി ഭയങ്കര അസ്വസ്ഥനായിരുന്നു. ഞാനിനി എന്ത് ചെയ്യും, നാളെ ഒരു ദിവസം കൂടിയല്ലേ എനിക്കുള്ളൂ എന്നൊക്കെ ഓർത്ത് അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു. പക്ഷേ നമ്മുടെ മന്ത്രി കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ഒന്ന് ആ അവസ്ഥയുമായി പൊരുത്തപ്പെട്ടിട്ട് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, എന്തായാലും ഞാൻ മരിക്കും, അത് നാളെയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ കിടന്നുറങ്ങാമെന്ന് പുള്ളി തീരുമാനിക്കുകയും അതും പ്രകാരം ചെയ്യുകയും ചെയ്തു. പിറ്റേ ദിവസം ഇവർക്കുള്ള ശിക്ഷ നടപ്പിലാക്കാൻ ആദ്യം മന്ത്രിയെ വിളിച്ചു. അദ്ദേഹം വളരെ കൂളായി ഈ വടത്തിലൂടെ നടന്ന് അപ്പുറത്തെത്തി. സേനാനായകന് അതിശയായി. അദ്ദേഹം മന്ത്രിയോട് പറഞ്ഞു, ഈ ഒരു രാത്രിയും കൊണ്ട് അങ്ങ് എങ്ങനെയാണ് ഈ വിദ്യ സ്വന്തമാക്കിയത്? എന്നെയും കൂടെ പഠിപ്പിക്കുക. അദ്ദേഹം പറഞ്ഞു, സുഹൃത്തേ, ഇത് പഠിപ്പിക്കാനുള്ളതല്ല, നമ്മൾ ജീവിതം കൊണ്ട് നേടേണ്ടതാണ്. എനിക്കും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഈ 3 അധ്യാപകരോടും പറയാനുള്ളത്, അനിവാര്യമായതിനെ സ്വീകരിക്കുക. അധ്യാപകര്, നമ്മുടെ സദസ്സിലും അധ്യാപകരുണ്ട്.
തീർച്ചയായിട്ടും ഞങ്ങൾക്കറിയാം, വിദ്യാലയവും കുഞ്ഞുങ്ങളുമില്ലാത്ത ജീവിതം മരുഭൂമിക്ക് സമമാണ് ഞങ്ങൾ അധ്യാപകരെ സംബന്ധിച്ച്. വർഷങ്ങളുടെ നീണ്ട അധ്യാപനത്തിന് ശേഷം വിരമിക്കൽ ജീവിതത്തിലേക്ക് കടക്കുന്ന ഇവരുടെ മനസ്സും ഇങ്ങനെയൊക്കെ ചിരിക്കുന്നുണ്ടെങ്കിലും മനസ്സ് വിങ്ങുന്നത് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരെ അനിവാര്യമായതിനെ സ്വീകരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു വലിയ കവി ആർ രാമചന്ദ്രൻ എന്ന കവി പാടിയിട്ടുണ്ട്, വയലുകൾക്കപ്പുറം വാഗപൂത്ത വഴിയിലൂടെ മറഞ്ഞുപോയ സന്ധ്യയെക്കുറിച്ച്. തീർച്ചയായിട്ടും ഈ സെന്റ് മേരീസിന്റെ കരിമ്പിൻ പാടങ്ങൾ നിറഞ്ഞ വഴികൾ കടന്ന് നിങ്ങളും പിരിഞ്ഞു പോകേണ്ടവർ തന്നെയാണ് ഞങ്ങളും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യം, ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് മാറ്റങ്ങളാണ്. വിരമിക്കൽ ഒരു അവസാനമല്ല, അതൊരു പരിവർത്തനമാണ്. പ്രിയപ്പെട്ട സിസ്റ്റർ ബീന, സന്യാസം എന്ന് പറയുന്നത് കൈവരിക്കൽ മാത്രമല്ല, കൈവിടൽ മാത്രമല്ല, കൈവരിക്കൽ കൂടെയാണ്. തീർച്ചയായും ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ, നിങ്ങൾക്കത് എത്ര പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഞങ്ങളാണ് കൂടെ ജീവിച്ചത്, ഞങ്ങളാണ് അനുഭവിച്ചത്. അപ്പൊ ഞങ്ങൾക്കേ അറിയത്തുള്ളൂ ആ സ്നേഹം എന്താണ്, ആ പ്രസൻസ് എന്താണ്. എപ്പോഴും ചിരിയോടുകൂടി, അതിനെല്ലാം ഉപരി സമചിത്തതയോടി, സ്നേഹത്തോടുകൂടി. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സിസ്റ്ററിനെ മിസ് ചെയ്യും, നന്നായിട്ട് മിസ് ചെയ്യും. ഇനിയും സഭ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും മനോഹരമായി ചെയ്യാൻ സിസ്റ്ററിന് സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. സിസ്റ്ററിന് തീർച്ചയായിട്ടും അത് സാധിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 2 അധ്യാപകരെ, ശൈല ടീച്ചറെ, റസി ടീച്ചറെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും ഭംഗിയുള്ള ഒരു ദിനത്തിൽ നിന്നും അല്പം മാത്രം അടർത്തിയെടുക്കുന്നു. ഒരുപാട് ശബ്ദങ്ങൾക്കിടയിൽ ഒറ്റ തിരിഞ്ഞ വേറിട്ട ശബ്ദത്തിൽ പൊതിഞ്ഞു വെക്കാൻ, ഇടയ്ക്കൊന്ന് തുറന്ന് വിസ്മരിക്കാനാവാത്ത ആ ദിനത്തിന്റെ, ആ ഗന്ധത്തിന്റെ, ആ കാഴ്ചകളുടെ ചെരുവിൽ ചടഞ്ഞുകൂടാൻ. സെന്റ് മേരീസ് നിങ്ങൾക്ക് അത്രത്തോളം മാത്രമായിരിക്കണം. നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം ഇവിടം കൊണ്ട് തീരാണ്. നിങ്ങൾക്ക് ഇടയ്ക്ക് ഓർമ്മിക്കാനുള്ള ഒരു അവസരം മാത്രമായിരിക്കണം സെന്റ് മേരീസ്. പക്ഷേ ഇനിയുള്ള നിങ്ങളുടെ ജീവിതം ഇതിനേക്കാൾ മനോഹരമായിരിക്കും. കാരണം ഭാര്യയായി 2 പേർക്കും മരുമക്കൾ വരാനുണ്ട്, അമ്മായിയമ്മയാവണം, അതോടൊപ്പം തന്നെ മുത്തശ്ശിയാകണം. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള ജീവിതവും പരിവർത്തനം തന്നെയാണ് വേറൊരു രീതിയിലേക്ക്. അതുകൊണ്ട് നിങ്ങൾക്കും ഈ ജീവിതത്തിൻ്റെ, റിട്ടയർമെന്റ് ലൈഫിന്റെ എല്ലാ സന്തോഷവും സ്നേഹവും മനോഹാരിതയും ഏറ്റവും സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് കൊള്ളുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും തന്നെ അറിയാം ബോബി ജോസ് കട്ടിക്കാട് അച്ഛനെ കുറിച്ച്. അദ്ദേഹം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, 3 എല്ലുകളിലായിരിക്കണം നിങ്ങളുടെ ജീവിതം. ലിവ്, ലവ് ആൻഡ് ലീവ്. പ്രിയപ്പെട്ട എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകരെ, നിങ്ങളും എന്താ പറയാ, നിലാവ് പരക്കുന്നത് പോലെ സ്നേഹിക്കുക, വീഞ്ഞ് നുകരുന്നത് പോലെ ജീവിക്കുക, കരിയിലകളെ പോലെ നിങ്ങളുടെ അപ്രിയ നിമിഷങ്ങളെ തള്ളിക്കളയുക. ഇനിയുള്ള നിങ്ങളുടെ ജീവിതം സന്തോഷത്തിന്റെയും മനോഹാരിതയുടെയും മാത്രമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. Teacher, with deep respect and heartfelt gratitude, it is my proud privilege to invite our beloved returning headmistress, Reverend Sister Bina Sebastian, to address the gathering on this celebration. Dear sister, we respect you to kindly share your inspiring words with us. സാന്നിധ്യം കൊണ്ടും വാക്കുകൾ കൊണ്ടും ഈ വേദിയെ ധന്യമാക്കിയ വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട വൈദികരെ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, എൻ്റെ സഹപ്രവർത്തകരെ, മാതാപിതാക്കളെ, ക്ഷണം സ്വീകരിച്ചെത്തിയ ഞങ്ങളുടെ 3 പേരുടെയും കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ അവസരത്തിൽ സങ്കീർത്തനം 9:1 ഓർമ്മയിൽ വരികയാണ്. അതിപ്രകാരമാണ്: പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും, അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. തീർച്ചയായിട്ടും ദൈവത്തിന് നന്ദി പറയേണ്ട അവസരം കൂടിയാണിത്.
അധ്യാപകരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമനം ലഭിച്ചാൽ വിരമിക്കൽ ഉറപ്പായ ഒരു കാര്യമാണ്. അതിന് യാതൊരു എക്സ്ക്യൂസും ഇല്ല. റിട്ടയർമെന്റ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദ റോഡ്, ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് ഓപ്പൺ ഹൈവേ. അപ്പോൾ ഇതിവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, ഒരു ഹൈവേയിലേക്കുള്ള തുറക്കൽ തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ 29 വർഷങ്ങൾ എൻ്റെ അധ്യാപന ജീവിതത്തിലെ പ്രതികൂലവും അനുകൂലവുമായ സാഹചര്യങ്ങളിൽ എനിക്ക് താങ്ങും തണലുമായി എന്നെ കരം പിടിച്ച് വഴി നടത്തിയ ഈശോനാഥന് ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. അധ്യാപനം എന്ന നിയോഗം സഭ ഏൽപ്പിച്ച ഈ ശുശ്രൂഷ പൂർത്തിയാക്കുമ്പോൾ ദൈവമേ നിന്റെ വഴികൾ എത്ര മനോഹരം എന്ന സങ്കീർത്തന വചനം ഓർമ്മിക്കുന്നു. ഹൃദയത്തിൽ നന്ദി മാത്രമേ ഉള്ളൂ. ജന്മം നൽകി ത്യാഗങ്ങൾ ഏറ്റെടുത്ത് വളർത്തി ജീവിത ബന്ധാവിലേക്ക് വഴിതെളിച്ച എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ അസാന്നിധ്യത്തിലും അവർക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ ഈ ആഘോഷവേളയിൽ ത്യാഗത്തോടെ ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നന്ദി. 1996 ഈ വിദ്യാലയത്തിൽ, അതിന് മുമ്പ് 95 ചെറിയ ലീവ് വേക്കൻസിയിൽ ജോലി നോക്കിയെങ്കിലും 96 ഈ വിദ്യാലയത്തിലാണ് എൻ്റെ അധ്യാപനം ആരംഭിച്ചത്. ഈ വിദ്യാലയത്തിൽ തന്നെ ഈ അധ്യാപനം അവസാനിക്കുന്നതും ഒരു വിചിത്രമായ കാര്യമാണ്, സന്തോഷകരമായ ഒരു കാര്യം കൂടിയാണ്. ആ അവസരത്തിൽ പ്രധാന അധ്യാപികയായിരുന്നത് റോണിക്കം സിസ്റ്ററാണ്. സിസ്റ്ററിനെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. അതിനുശേഷം 1997 മുതൽ 2021 വരെ തിരുവനന്തപുരം, നെയ്യാറ്റിങ്കര രൂപതകളിലെ 8ഓളം സ്കൂളുകളിൽ സേവനമനുഷ്ഠിച്ചതിന് ശേഷമാണ് 2021 സെപ്റ്റംബർ മാസമാണ് ഇവിടെ എത്തിയത്. പ്രൊഫഷണൽ സിസ്റ്റർ പറഞ്ഞതുപോലെ വളരെ ചുരുങ്ങിയ ഒരു 4.5 മാസത്തെ എക്സ്പീരിയൻസ് മാത്രമേ എനിക്ക് വിദ്യാലയത്തിലുള്ളൂ. അപ്പോൾ കൊറോണ നീങ്ങി സ്കൂൾ തുറന്ന സമയമായിരുന്നു. അന്ന് ഇപ്പോഴത്തെ പ്രൊഫഷണലായിരുന്നു അന്ന് ഇവിടെ മാനേജർ ജോളി സിസ്റ്റർ. സിസ്റ്റർ എന്നെ ഈ HM ആയിട്ട് നിയോഗിച്ചു, നിയമനം ചെയ്തു. 2 വർഷക്കാലം എന്നോടൊപ്പം ഈ വിദ്യാലയത്തിൻ്റെ പുരോഗതിയിലും ഭൗതിക സാഹചര്യങ്ങൾ വളർത്തുന്നതിലും അക്കാദമികമായ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിലും എല്ലാം ഒപ്പം കൂടെയായിരുന്നുകൊണ്ട് മാർഗനിർദ്ദേശവും സഹായവും സഹകരണം നൽകിക്കൊണ്ട് കൂടെ ഉണ്ടായിരുന്നു. ഈ അവസരത്തിൽ സിസ്റ്ററിനെ നന്ദിയോടെ ഓർക്കുകയാണ്. അതിനുശേഷം തുടർന്ന് 2 വർഷക്കാലവും മാനേജരായിട്ട് സേവനമനുഷ്ഠിച്ചത് എൽസി സിസ്റ്റർ ആയിരുന്നു. ഇപ്പോഴും സിസ്റ്റർ തന്നെയാണ്. സിസ്റ്ററും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഈ രീതിയിൽ സ്കൂളിൻ്റെ പരിസരവുമൊക്കെ ഭംഗിയാക്കി തീർത്തത് ഈ 2 പേരുടെയും പ്രയത്നം കൊണ്ടാണ്. ഇവരുടെ ഒപ്പമുള്ള ആ പ്രോത്സാഹനവും സഹകരണവും എൻ്റെ ജീവിത പ്രവർത്തനത്തിൽ വളരെയധികം സഹായമായിരുന്നു. പ്രൗഢഗംഭീരമായി ദൈവാനുഗ്രഹപ്രദമായി തലയുയർത്തി നിൽക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ടീമിൻ്റെ കൗൺസിലേഴ്സും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ആഘോഷവേളയിൽ പങ്കെടുക്കുവാനും അനുമോദിക്കുവാനും എത്തിച്ചേർന്ന കൗൺസിൽ സിസ്റ്റേഴ്സിനെയും അസിസ്റ്റന്റ് പ്രൊവിൻഷ്യലിനെയും മറ്റ് സഹോദരികളെയും എല്ലാം നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിസരത്തുള്ള സ്കൂളുകളിൽ നിന്നും മിക്കവാറും ക്ഷണിച്ച എല്ലാ സ്കൂളുകളിൽ നിന്നും അധ്യാപകരും സിസ്റ്റേഴ്സ് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ വൈദികർ പൈസറിൽ നിന്നും സഹായഗിരിയിൽ നിന്നും കാന്തല്ലൂരിൽ നിന്നും വൈദികരും അതുപോലെ കാന്തല്ലൂർ ബ്രദേഴ്സും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ ഈ സ്നേഹത്തിനും സഹകരണത്തിനും ഒത്തിരി നന്ദി. ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ തിരക്ക് മൂലം പോയി. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുമ്പോഴത്തേക്കും ഞാനിവിടെ ചാർജ് ഏറ്റെടുക്കുമ്പോൾ വാർഡ് മെമ്പറായിരുന്നു. ഈ സ്കൂളിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം വളരെയധികം സഹകരണം ഈ സ്കൂളിനോടൊത്ത് ചെയ്തിട്ടുണ്ട്. ഏതൊരു ആവശ്യമായിട്ട് സമീപിക്കുമ്പോഴും വളരെ സന്തോഷത്തോടെ സഹായിക്കാമെന്ന് ഒരുക്കുകയും സ്കൂളിലെ എല്ലാ പരിപാടികളിലും മുടങ്ങാതെ കൃത്യമായിട്ട് പങ്കെടുക്കുകയും എല്ലാവിധ സഹകരണം ചെയ്തിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനും ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ MSCB പ്രസിഡന്റ് ആൻസ് ചേട്ടൻ, ഞങ്ങളുടെ ഈ സ്കൂളിൽ കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ ജില്ലാതലത്തിലൊക്കെ മത്സരങ്ങളിൽ ജയിച്ചു വരുമ്പോഴത്തേക്കും മൊമെൻ്റൊക്കെ നൽകി ആദരിക്കുകയും കുട്ടികളെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയും വായനാശീലം വളർത്തുന്നതിന് വേണ്ടിയിട്ട് പത്രം വിതരണം ചെയ്ത് സൊസൈറ്റിയിൽ നിന്നും പത്രമൊക്കെ നമുക്ക് വിതരണം ചെയ്ത് ഒരു സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ സജീവമായി കൊണ്ടുപോകാനായിട്ട് സഹായിച്ച വ്യക്തിയാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തിനും നന്ദി അർപ്പിക്കുകയാണ്. നെൽസൺ അച്ഛൻ മറയൂർ സെൻറ് മേരീസ് അച്ഛൻ ഇടവക വികാരി എന്നതിലുപരി സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന വ്യക്തിയാണ്. പ്രത്യേകിച്ച് സ്കൂളിൻ്റെ ആത്മീയ കാര്യങ്ങൾ നടത്തി തരുന്നതിനും
സ്കൂളിന് വേണ്ടി ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നതിനും കുർബാന ചൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിശദമായിട്ട് സ്കൂളിനെ സമർപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് അതുപോലെ സ്കൂളിലെ കുട്ടികളെയും ഒക്കെ വളരെയധികം വാത്സല്യപൂർവ്വം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അച്ഛൻ ഇന്ന് തിരക്കുണ്ടായിരുന്നിട്ട് പോലും കൃത്യസമയത്ത് ഓടിയെത്തി ഈ ആഘോഷവേളയിൽ കൃത്യസമയത്ത് നേരത്തെ തന്നെ തുടങ്ങുന്നതിന് മുമ്പ് എത്തിച്ചേരുകയും അനുഗ്രഹ പ്രഭാഷണത്തിലൂടെ ധന്യമാക്കുകയും ചെയ്തു. അച്ഛൻ്റെ സ്നേഹത്തിനും സഹകരണത്തിനും ഒത്തിരി നന്ദി. അതുപോലെ ബ്ലോക്ക് മെമ്പറായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു രാജൻ സാറ്. ഈ അടുത്ത കാലത്താണ് ചാർജ് ഏറ്റെടുത്തത്. എങ്കിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും പുരോഗതികളിലുമൊക്കെ വളരെയധികം പ്രയത്നിക്കും എത്തിയാണ്. അദ്ദേഹത്തിന് ഒപ്പം നന്ദി. വാർഡ് മെമ്പറായിരുന്ന റീന അവർക്കും നന്ദി അർപ്പിക്കുന്നു. ഈ അവസരത്തിൽ എന്നോടൊപ്പം വിരമിക്കുന്ന 2 അധ്യാപകരെ നന്ദിയോടെ ഓർക്കുകയാണ്. കാരണം ഞാനിവിടെ ആയിരുന്ന ഈ 4 വർഷക്കാലവും അവർ രണ്ടുപേരും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. സ്കൂളിൽ 25 സ്റ്റാഫുകളുണ്ട്, 25 അധ്യാപകരുണ്ട്. അവരെല്ലാവരും ഒപ്പം നിന്നുകൊണ്ട് സഹകരിച്ചുകൊണ്ട് മാത്രമാണ് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിച്ചത്. അതിൽ ഏറ്റവും എടുത്തു പറയത്തക്ക കാര്യങ്ങൾ ഇവർ രണ്ടുപേരും വളരെയധികം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. റെസിച്ചി ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ടീച്ചറിൻ്റെ കുടുംബാംഗങ്ങൾ ഒപ്പം സജിച്ചേട്ടനൊക്കെ ഒപ്പം നിന്നുകൊണ്ടാണ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും സഹകരിച്ചിട്ടുള്ളത്. ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ അധ്യാപകർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കുട്ടികളുടെ ചികിത്സാ സഹായത്തിനൊക്കെ വേണ്ടിയിട്ട് വീടുകളിൽ നിന്നും കളക്ഷൻ എടുത്ത് അവരെ സഹായിക്കുന്നതിനൊക്കെ ഈ സജിച്ചേട്ടൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചതായിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ ആ ടീച്ചറിനെയും ടീച്ചറിൻ്റെ കുടുംബാംഗങ്ങളെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. എന്തൊരു കാര്യം പറഞ്ഞാലും നോ പറയാറില്ല. ഞാൻ ചെയ്തു കൊള്ളാം സിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ ശൈല ടീച്ചറും എനിക്ക് തോന്നുന്നു ടീച്ചർ ഇവിടെ ചാർജ് എടുത്ത് അധിക കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ വർക്ക് എക്സ്പീരിയൻസ് പോലെയുള്ള പ്രോഗ്രാമിന് മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന ടീച്ചറാണ്. ടീച്ചർ കുട്ടികളെ ഭംഗിയായിട്ട് പഠിപ്പിക്കുകയും അതോടൊപ്പം ഉറപ്പായിട്ട് സമ്മാനം വാങ്ങിച്ചുകൊണ്ട് വരികയും ചെയ്യും. അപ്പോൾ ടീച്ചറിന് അതുപോലെ ഡാൻസ് പരിപാടികളിലാണെങ്കിലും കലോത്സവത്തിലാണെങ്കിലും എല്ലാം സ്കൂളിൻ്റെ ഏതൊരു പ്രവർത്തനത്തിലും ടീച്ചർ വളരെ ഭംഗിയായിട്ട് സന്തോഷത്തോടെ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് തൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സ്കൂളിന് വേണ്ടി ആത്മാർത്ഥമായിട്ടും സമർപ്പണബോധത്തോടെയും പ്രവർത്തിച്ച വ്യക്തിയാണ്. ഈ അവസരത്തിൽ ടീച്ചറിനും കുടുംബാംഗങ്ങൾക്കും നന്ദി അർപ്പിക്കുകയാണ്. ഒരിക്കലും എൻ്റെ അധ്യാപകരെ എനിക്ക് മറക്കാൻ സാധിക്കില്ല. കാരണം ആരും ഒരു കാര്യത്തിന് മാറ്റി നിർത്തേണ്ടവരല്ല. ഞാനിവിടെ ചാർജ് എടുത്തതിന് ശേഷം 1-2 അധ്യാപകർ, ശുഭ ടീച്ചർ, ഹിലാരി ടീച്ചർ വരൊക്കെ റിട്ടയറായി വിരമിച്ചു. ജാൻസി ടീച്ചർ, കല ടീച്ചർ, അവരൊപ്പം ഇപ്പോൾ ആയിരിക്കുന്നവരും തന്നെ പുതുതായിട്ട് വന്നവരും തന്നെ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പം നിന്ന് തോളോട് തോൾ നിന്നുകൊണ്ട് സഹകരിച്ച വ്യക്തികളാണ്. ഇവിടെ മത്സരങ്ങൾക്കൊക്കെ പോകുന്നുണ്ടെങ്കിലും ഒരിക്കലും ഒരു അധ്യാപകരെ പുറത്തുനിന്ന് ഒരു സാറിനെ വെച്ച് പഠിപ്പിച്ചിട്ടില്ല. ഇവർ പരിശീലിപ്പിച്ചു കൊണ്ടുപോയി മാത്രമാണ് ജില്ലാതലത്തിലുമൊക്കെ സമ്മാനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. അതൊരിക്കലും എല്ലാ സ്കൂളുകളിലും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം ഞാൻ മുൻപ് പഠിപ്പിച്ച സ്കൂളിലൊക്കെ അറിയാം, അവിടെയെല്ലാം ആരെങ്കിലും വെച്ച് പഠിപ്പിച്ചാണ് ഈ കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ അധ്യാപകരുടെ സമർപ്പണ ബോധത്തോടെയുള്ള ത്യാഗത്തോടെയുള്ള പ്രവർത്തനമാണ് ഈ സ്കൂളിന് ഓരോ ദിവസവും ഓരോ വർഷവും എന്തെങ്കിലും നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അവരെയാണ്. ഒരിക്കലും അവരെ മറക്കാൻ സാധിക്കുകയില്ല. നടന്ന് നീങ്ങിയ വഴികളെ മനോഹരമാക്കാൻ ഒപ്പം നടന്ന് കൂടെ നടന്ന് കരുത്തും കരുതലും തണലും നൽകി സ്നേഹ സൗഹൃദങ്ങൾ പങ്കിട്ട് ഭാരങ്ങൾ ലഘൂകരിച്ച് എൻ്റെ സഹപ്രവർത്തകരെ കഴിഞ്ഞ 4 വർഷവും കൂടെ പ്രവർത്തിച്ച എല്ലാ സിസ്റ്റേഴ്സിനെയും, 5 സിസ്റ്റേഴ്സ് ഉണ്ട് അധ്യാപകരായിട്ട്, പ്രത്യേകിച്ച് ബെർവിൻ സിസ്റ്ററിനെ മറക്കാൻ സാധിക്കില്ല. കാരണം ഓഫീസ് വർക്കുകളിൽ വളരെയധികം സഹായിച്ച വ്യക്തിയാണ്. അപ്പം സിസ്റ്ററിനെയും ഒപ്പം മറ്റ് സിസ്റ്റേഴ്സിനെയും നന്ദി അറിയിപ്പിക്കുന്നു. അധ്യാപകരെ അറിവിൻ്റെ അക്ഷരച്ചിലെ കൂടുകെട്ടി പാർത്ത കിളികളായിരുന്നു നാം. ഒരുമിച്ച് വെയിലേറ്റും തണലേറ്റും ഓടിയും കിതച്ചും തങ്ങളുടെ ശിഷ്യഗണത്തിനായി എന്നോടൊപ്പം അധ്വാനിച്ചവർ, കൂടെ പിറന്നില്ലെങ്കിലും കൂടെപ്പിറപ്പുകളെ പോലെ പെരുമാറിയവർ, കർമ്മബന്ധങ്ങൾ കൊണ്ട് രക്തബന്ധത്തിന് ഒപ്പമെത്തുന്ന ചില സൗഹൃദങ്ങൾ എന്നും മറക്കാത്ത ഓർമ്മകളായി മനസ്സിലുണ്ടായിരിക്കും. ചിരിയുടെ പിന്നിലെ കണ്ണീരും സന്തോഷത്തിന് പിന്നിലെ ദുഃഖവും ദേഷ്യത്തിന് പിന്നിലെ സ്നേഹവും തിരിച്ചറിയുന്ന അത്രമേൽ ഇഴയടപ്പമുള്ള ഒരു സൗഹൃദമാണ് സെൻറ് മേരീസ് ഫാമിലിയിൽ നിന്നും എനിക്ക് ലഭിച്ചത്. തീർച്ചയായിട്ടും അത് കുടുംബം തന്നെയായിരുന്നു. ഒരു കുടുംബത്തിലെ അംഗം പോലെ ആയിരുന്ന അനുഭവമാണ് എനിക്കുണ്ടായിരുന്നത്. എന്നോടൊപ്പം ഉണ്ടായിരുന്ന കഴിഞ്ഞ 4 വർഷങ്ങളുണ്ടായിരുന്ന എല്ലാ അധ്യാപകർക്കും ഒത്തിരി നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ മറ്റ് ചില പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവേഴ്സ്, അതിൽ പ്രവർത്തകർ, അതുപോലെ ഓഫീസ് സ്റ്റാഫായിട്ട് ടീച്ചർ എന്നോടൊപ്പം ഉണ്ടായിരുന്നു.
ഏതൊരു പ്രതിസന്ധിയിലും ടീച്ചർ കുഴപ്പമില്ല, പേടിക്കേണ്ട, നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ധൈര്യം പകർന്നുകൊണ്ട് പല അവസരങ്ങളിലും ടീച്ചറിനെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ടീച്ചറിൻ്റെ ആ സേവനവും സഹായവും ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അതോടൊപ്പം പാചകം ചെയ്യുന്ന റാണിയെയും സരോജാക്കയും എല്ലാവരെയും, ഈ സ്കൂളിന് വേണ്ടി എന്നോടൊപ്പം സഹകരിച്ച് നിന്ന ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും, അതുപോലെ തന്നെ PTA മെമ്പേഴ്സിനെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. എന്നോടൊപ്പം ഇപ്പോഴായിരിക്കുന്ന PTA പ്രസിഡന്റ് ശ്രീ ആരോഗ്യ സാമകൾ നേരത്തെ ഇവിടെ പറഞ്ഞത് ശരി തന്നെയാണ്. അദ്ദേഹം കാരണം ഒത്തിരി തിരക്കുള്ള വ്യക്തിയാണ്. എങ്കിലും സ്കൂളിൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മീറ്റിംഗ് അതുപോലെ പരിപാടികൾക്കൊക്കെ വിളിക്കുമ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് കൃത്യമായിട്ട് ഓടിയെത്തും. ഒരിക്കലും വരാതിരുന്നിട്ടില്ല ഒരു കാര്യത്തിലും. ഇന്നലെ തന്നെയാണെങ്കിലും ഈ ആനുവൽ ഡേക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പകൽ മുഴുവനും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും സഹകരിക്കുകയും ഒപ്പം PTA അംഗങ്ങളെ സഹകരിപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും മറക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ അവസരത്തിൽ PTA പ്രസിഡന്റ് ശ്രീ ആരോഗ്യ സ്വാമി അവർക്കും PTA അംഗങ്ങൾക്കും MPT അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അതുപോലെ ആദ്യത്തെ 2 വർഷങ്ങളിൽ എന്നോടൊപ്പം PTA പ്രസിഡൻ്റായിട്ടിരുന്നത് ശശികുമാറാണ് 1 വർഷം, അതിനുശേഷം ശ്രീമതി റെജീന. ഇവരുടെ പ്രവർത്തനങ്ങളും ഒത്തിരി സഹായമായിരുന്നു. ആ അവസരങ്ങളിലും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള എല്ലാ സഹായവും ചെയ്തു തന്നിട്ടുണ്ട്. ഈ അവസരത്തിൽ അവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. ഇനിയും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.